ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വലിയ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം, ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നവരാകും? ഹൗ ഡു വി ബെയർ ഫ്രൂട്ട്സ് ആസ് ക്രിസ്ത്യൻസ്? ക്രിസ്ത്യാനികളായി ഫലം പുറപ്പെടുവിക്കുക എന്നത് ദൈവം നമ്മിൽ ചൊരിയുന്ന സ്നേഹവും കരുണയും നീതിയും നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുക എന്നതാണ്. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരിലേക്കും പകരുക എന്നതാണ്. 50 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും മറ്റുള്ളവരോട് സംസാരിക്കുക. ഈ നോമ്പുകാലം നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്തുകളെ പോലെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചനം ശ്രവിക്കാം. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താൽ അത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ.